ഹായ് ഹലോ എല്ലാവർക്കും ഏറ്റവും പുതിയ വീഡിയോ നമ്മൾ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചുള്ളത് നമ്മൾ എല്ലാ പ്രാവശ്യം പോലെ തന്നെ ഫസ്റ്റ് റീസൺസ് ആണ്. അത് ഏതെന്ന് നോക്കി നമ്മുടെ സ്വന്തം ലാലൻ്റെ തുടരും എന്ന ചിത്രത്തെക്കുറിച്ച് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ഇതിനു മുമ്പ് എംപുരാനെ കുറിച്ചായിരുന്നു ഫസ്റ്റ് ഡേ റീസൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അത് അത്യാവശ്യം നല്ല റിച്ചും കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നു. റിച്ചിലല്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചിത്രം നമ്മൾ ഫസ്റ്റ് ഡേ കാണാനുള്ള ആകാംക്ഷ അല്ലെങ്കിൽ ഫാൻ ഷോയ്ക്ക് മുമ്പ് അല്ലെങ്കിൽ ഫാൻ ഷോയിൽ തന്നെ പോലും കാണാൻ വേണ്ടിയുള്ള ഇന്ത്യയുടേതായ കുറച്ച് കാര്യങ്ങൾ നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഏറ്റവും തന്നെ അതിൽ എന്തെങ്കിലും പോയിന്റ് വിട്ടു പോയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അത് നമുക്ക് ഫസ്റ്റ് സമയങ്ങൾ വീഡിയോയിലോട്ട് കിടക്കാം. തുടരും, അതായത് നമ്മുടെ ലാലേട്ടൻ തലമുറകളുടെ താരം അല്ലെങ്കിൽ തലമുറയുടെ നായകൻ എന്ന് വിശേഷിപ്പിച്ചിരുന്ന നടൻ തന്നെയാണ് മോഹൻലാൽ. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരുപാട് നാളായി ഒരുപാട് പരാജയങ്ങളെല്ലാം സംഭവിക്കുന്നു. എങ്കിൽ പോലും അപ്പോഴെല്ലാം കൂടെ നിന്ന് അദ്ദേഹം എപ്പോഴും പറഞ്ഞ പോലെ തന്നെ എനിക്ക് എൻ്റെ പിള്ളേരുണ്ടാകാൻ തന്നെ ഒറ്റ കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഫാൻസ് പിള്ളേർ തന്നെ കൂടെയുണ്ട് ഏത് കാലത്തും. അതുപോലെ തന്നെ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. കാരണം മോഹൻലാൽ പടത്തിന് ഒരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അത് റെക്കോർഡ് തന്നെയായിരിക്കും പിന്നീട് സംഭവിക്കുന്നുണ്ടാവുക. അഡീഷണൽ സ്ട്രോസ് പോലും ഏകദേശം ഒരു മാസത്തിലേറെ പുലിമുരുകൻ ഹൗസ്ഫുൾ ഷോസും കളിച്ച ചരിത്രം ഉണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അതിലേക്ക് എത്തിക്കാൻ വേണ്ടി പോകുന്ന ഒരു ചിത്രം തന്നെയായിരിക്കും തുടരുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം അതിൻ്റേതായ മാറ്റം കൂട്ടുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കധികം സമയങ്ങളെ തന്നെ ഫസ്റ്റ് റീസൺ നോക്കാം. ഒന്നാമത്തെ റീസൺ നോക്കാം, മോഹൻലാൽ തന്നെയാണ് എനിക്ക് ഏറ്റവും വലിയ ഒരു ഫാക്ടറായിട്ട് തോന്നുന്നത്. കാരണം വേറെ ഒന്നുമില്ല, മോഹൻലാൽ ഒരുപാട് നാളുകൾക്ക് ശേഷം വെറും സാധാരണക്കാരായി വരാൻ വേണ്ടി പോകുന്നത് ഒരു ടാക്സി ഡ്രൈവറായിട്ടാണ് മോഹൻലാൽ വരാൻ വേണ്ടി പോകുന്നത്. റാണി അതുപോലെ തന്നെ പ്രധാനമായിട്ടുള്ള ലൊക്കേഷൻ ഷൺമുഖൻ എന്ന് പറയുന്ന ഒരു മുരുകഭക്തനായിട്ടുള്ള ഒരു വ്യക്തി. അതേപോലെ തന്നെ എക്കാലത്ത് ഹിറ്റ് താരജോഡിയായിട്ടുള്ള ശോഭനയാണ് ലാലേട്ടൻ്റെ ഭാര്യയായിട്ടും ഇതിൽ നായികയായിട്ട് വരാൻ വേണ്ടി പോകുന്നത്. അത്യാവശ്യം അത് തന്നെയല്ലേ കാണാനുള്ള ഒന്നാമത്തെ കാരണമെന്ന് എനിക്ക് തോന്നുന്നു. ഏറ്റവും വലിയ പ്രത്യേകിച്ച് മോഹൻലാൽ ഒരുപാട് നാളുകൾക്ക് ശേഷം ഈ സ്റ്റൈലിഷ് ലുക്കും പരിപാടിയും വിട്ടിട്ട് ഒരു സാധാരണക്കാരായി വരാൻ വേണ്ടി പോകുന്നു. സാധാരണക്കാരായി വരുമ്പോൾ അതിൻ്റേതായ ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ഇമോഷൻസ്, അതുപോലെ തന്നെ ഫാമിലി സെൻറ്റിമെൻറ്റ്സ്, കടങ്ങൾ എല്ലാതും ഉണ്ടാകും. അപ്പോൾ തീർച്ചയായിട്ടും ആ വ്യക്തി നമ്മുടെ മുമ്പിലേക്ക് അഭിനയിക്കുകയായിരിക്കും, ജീവിക്കുകയായിരിക്കും. തീർച്ചയായും നമ്മൾ നല്ല രീതിയിൽ തന്നെ കണ്ടു ചെയ്യാൻ സാധിക്കും സാധാരണക്കാർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ആ റീസൺസും അതുപോലെ തന്നെ അത് തന്നെയാണ് ഈ പടത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റും ഒരു പോസിറ്റീവ് എനിക്ക് ഘടകമായിട്ട് പറയാനുള്ളത്. അതേപോലെ തന്നെ സപ്പോർട്ടായിട്ട് ശോഭന മോഹൻലാൽ കൂട്ടുകെട്ട് വീണ്ടും സ്ക്രീനിലെത്തുമ്പോൾ കാണാൻ വേണ്ടി ഒരുപാട് പ്രേക്ഷകർ തന്നെ കാത്തിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മക്കളായിട്ടൊരു ഫാമിലി സപ്പോർട്ട് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് തന്നെയാണ് ഒന്നാമത്തെ റീസണായിട്ട് എനിക്ക് പറയാനുള്ള കാരണമായിട്ട് തോന്നുന്ന ഒരു ഘടകം. അതേപോലെ തന്നെ തരുൺമൂർത്തി എന്ന് പറയുന്ന ഡയറക്ടറുടെ വിശ്വാസം, അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ചിത്രമായിട്ടുള്ള ഓപ്പറേഷൻ ജാവ, അതുപോലെ തന്നെ സൗദി വെള്ളയ്ക്ക, രണ്ട് ചിത്രം ഒന്നിനൊന്ന് വ്യത്യസ്തമായി തന്നെയായിരുന്നു. അതിൽ നിന്നും മാറ്റിയിട്ട് ഒരു സ്ലോ ബേസിൽ നിന്നും മാറ്റിയിട്ട് അത്യാവശ്യം ഒരു ഫാമിലി സപ്പോർട്ട് അല്ലെങ്കിൽ ഫാമിലി മൂഡ് കിട്ടുന്ന ചിത്രമായിരിക്കും തുടരും എന്ന് പറയുന്ന ചിത്രം. ഇതുവരെയും ഫാമിലി മൂവി എന്ന് പറയുന്ന നിലയ്ക്ക് എല്ലാം കൊണ്ട് തന്നെ ഒരു ഡയറക്ടർ ഒറ്റ ഇൻ്റർവ്യൂ കൊണ്ട് മാറ്റി പറഞ്ഞിരിക്കുകയാണ് ട്രെയിലും. അത് വ്യക്തമാണ്. കാരണം തുടരുമെന്ന് പറയുമ്പോൾ ഒരു ദൃശ്യം പോലത്തെ ഫിലിമല്ല എങ്കിൽ പോലും ത്രില്ലടിപ്പിക്കാവുന്ന ഇമോഷണൽ ആയിട്ടുള്ള ഒരുപാട് രംഗങ്ങൾ തുടരിലും ഉണ്ടാകും. കാരണം നിങ്ങളൊട്ടും തന്നെ ബോറടിപ്പിക്കില്ല. അതുമാത്രമല്ല തുടരും ഒരു ഫാമിലി ഫീൽ ഗുഡ് പടമാകില്ല എന്ന് തന്നെയാണ് ഡയറക്ടർ പറഞ്ഞിട്ടുണ്ട്. അതിനർത്ഥം ദൃശ്യം പോലത്തെ ഒരു പടം തന്നെയായിരിക്കുമെന്നാണ്. അതുപോലെ 16+ ആണ് ഇതിൻ്റെ സെൻസസ് ആയിട്ട് കിട്ടിയില്ല. അതായത് കുറച്ച് വയലൻസും പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ത്രില്ലിങ് തന്നെയായിരിക്കും. അത് റീസണബിൾ ആയിട്ട് തന്നെ എനിക്ക് തോന്നുന്നു. അതുമാത്രമല്ല ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു തിയേറ്റർ ഉണർത്താൻ വേണ്ടിയിട്ട് തുടരുമില്ല ഒരു പ്രമോ സോങ്ങിൽ മോഹൻലാൽ വീണ്ടും വേലുമുരുകയ്ക്ക് ശേഷം ഒരു മുരുകന് ഭക്തനായിട്ട് ഒരു അടിച്ചുപൊളി ഒരു സോങ്ങുമുണ്ട് സാക്ഷാൽ FG ശ്രീകുമാറിൻ്റെ വോയിസ് ഓവറിൽ. തീർച്ചയായിട്ടും നല്ലൊരു പോസിറ്റീവ് വൈബാണെങ്കിൽ ആ പാട്ട് പോലും ഇപ്പോൾ പോലും പുറത്ത് വിട്ടിട്ടില്ല. അപ്പോൾ അത് എത്രത്തോളം കാണുന്ന പ്രേക്ഷകരിലേക്ക് അതൊരു ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ട്. ആ പാട്ട് ആദ്യമായി കേൾക്കാനുള്ള ഒരു ആകാംക്ഷ അത് ഗംഭീരമായിട്ടുള്ള ഒരു വൈബ് തന്നെ സമ്മാനിക്കുന്നു. ഇതിൻ്റെ കാസ്റ്റിംഗ് ആണെങ്കിൽ എഡിറ്റിംഗ് പരിപാടി കാണുമ്പോൾ പോലും വളരെ നല്ല ടീം വർക്ക് തന്നെയാണ്. പിന്നെ തുടർന്ന് പോസ്റ്റർ ഡിസൈനിങ് പോലും നല്ലൊരു ഫാമിലി സപ്പോർട്ട് സാധിക്കുന്നുണ്ട്. കാരണം വേറെ ഒന്നുമില്ല, ഇതിൽ മോഹൻലാൽ ശോഭന തുണിക്കാലിൽ നിൽക്കുന്ന സീനുകളിൽ ആരുടെ കൈ പിടിച്ച് ഇങ്ങനെ ചോദിക്കുന്ന ഭാഗം, അതുപോലെ തന്നെ ടാക്സിലിരിക്കുന്ന ഭാഗം, അപ്പോൾ അങ്ങനെ ഒരുപാട് ഭാഗങ്ങളെല്ലാം റീസൺസിൽ തന്നെ പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുമാത്രമല്ല ജാസ്മിയർ മ്യൂസിക് തീർച്ചയായിട്ടും നല്ലൊരു ഫീൽ ഗുഡ് വൈബ് തന്നെ സമ്മാനിക്കുന്നുണ്ട്. നല്ല ടീം വർക്ക് തന്നെയാണ്. പാട്ടുകളൊക്കെ അത്യാവശ്യം ലിറിക്കുകൾ നമ്മുടെ മുമ്പിലേക്ക് എത്തിയപ്പോൾ പോലും അത്യാവശ്യം ഒരു ഫ്രഷ്നെസ് ഒരു ഫീൽ ഗുഡ് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഏറ്റവും വലിയ ഒന്നാമത്തെ ഘടകത്തിലേക്ക് നമ്മൾ പെടുത്താവുന്ന ഒരു കാര്യം വേറൊന്നുമില്ല, തുടരിൻ്റെ തുടക്കം തൊട്ട് ഇതിൻ്റെ ഓരോ അപ്ഡേറ്റ് നോക്കിയാൽ നല്ലൊരു ഫീൽ ഗുഡ് എന്നുള്ള ഒരു ലാബിൽ തന്നെയാണ്. എന്തോ ഫ്രഷ്നെസ് കീപ്പ് ചെയ്യുന്നുണ്ട്. കാരണം എന്തോ ഒരു സന്തോഷം ഓരോ പോസ്റ്റിൽ കിട്ടുമ്പോഴും. വേറെ ഒന്നാവില്ല, മോഹൻലാൽ വെറും സിമ്പിളായിട്ടുള്ള ഒരു വേഷം ചെയ്യുന്നതുകൊണ്ടായിരിക്കും ടാക്സി ഡ്രൈവറായിട്ട് അതുപോലെ മുണ്ടും ഷർട്ടൊക്കെ ആയിരിക്കുന്ന ഓരോ സീൻസും ഒരു ഫാമിലി ആയിട്ടുള്ള ഓരോ സീൻസും ഒരു ഫാമിലി ഫോട്ടോ ഓരോ സീൻസ് കാണുമ്പോഴും ഒരു ഫ്രഷ്നെസ് കീപ്പ് ചെയ്യുന്നുണ്ട്. അതായത് എനിക്ക് തോന്നുന്നു കൂടുതലായിട്ട് ഒരു ഓവറായിട്ട് ഹൈപ്പ് കയറ്റിയാൽ ഒരു പക്ഷേ നിരാശയെ സമ്മാനിക്കും. പക്ഷേ തുടരും ആ നിരാശ ഉണ്ടാവില്ലെന്ന് തന്നെയാണ് എനിക്കൊരു വിശ്വാസം. മനസ്സിൽ പറയുന്ന ഒരു ഘടകമായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ പറയുക, ഒരു നല്ലൊരു പോസിറ്റീവ് ഘടകം തന്നെയായിരിക്കും.
എനിക്കൊന്ന് ഷുവറായിട്ടും ഒരു 100 കോടി അല്ലെങ്കിൽ ഒരു എന്താ പറയുക വലിയൊരു വിജയം സാധിക്കാൻ നടക്കുന്ന ഒരു പടം തന്നെയായിരിക്കും. അത് കിടക്കുന്നൊന്നല്ല, മോഹൻലാലും അതുപോലെ തന്നെ ഇതിൻ്റെ ബഡ്ജറ്റും വളരെ കുറഞ്ഞ ബഡ്ജറ്റാണ്. ഏകദേശം 25 കോടിക്ക് 20 കോടിക്ക് താഴെ ഉള്ളതുകൊണ്ട് തുടരിൻ്റെ ബഡ്ജറ്റ് അത്രയും വരുന്നില്ല. അതിന് മുമ്പായി OTT സ്റ്റാറ്റലൈറ്റും കാര്യങ്ങളൊക്കെ വിറ്റ് പോയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ അവർക്ക് ലാഭമാണ്. കാരണം എനിക്ക് തോന്നുന്നു മുടക്കുമുതലിൻ്റെ ഇരട്ടിയായിട്ട് OTTയിൽ വിറ്റ് പോയിരിക്കുന്നു. ജിയോ ഹോട്ട്സ്റ്റാറാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തുടരിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ തലമുറയുള്ള നായകൻ ഇനി തുടർന്ന് കൊണ്ടേയിരിക്കും. അതിൽ തീർച്ചയായിട്ടും എന്താ പറയുക, ഏപ്രിൽ 25-നാണ് തുടർന്ന് റിലീസ്. അപ്പോൾ അത് ഗംഭീരമായി തന്നെ പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിക്കഴിഞ്ഞാൽ ആ നായകൻ്റെ ഇനി മുന്നോട്ടുള്ള യാത്ര തുടരുന്ന കാര്യം യാതൊരു സംശയമില്ല. കാരണം എപ്പോഴും പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പിള്ളേർ ഉണ്ടാവും കൂടെ. അത് ഒരു 100% ഗ്യാരണ്ടി തന്നെയാണ്. ആ പിള്ളേർക്കൊപ്പം പിള്ളേരായിട്ടുള്ള ഫാമിലി സപ്പോർട്ടും ഫാമിലീസും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വലിയൊരു വിജയം, വലിയൊരു മാറ്റം തന്നെ സംഭവിക്കും. അപ്പോൾ എമ്പുരാൻ എന്ന് പറയുന്ന വലിയൊരു വിജയത്തിന് ശേഷം വീണ്ടും മോഹൻലാൽ എന്ന് പറയുന്ന നായകൻ്റെ ഒരു തുടർച്ച തന്നെയാണ് ഇനി ഏപ്രിൽ 25 സംഭവിക്കാൻ വേണ്ടി പോകുന്നുണ്ടാവുക. ഈ പറഞ്ഞ ഡയലോഗ് എന്തായാലും എഴുതി വെച്ചോളൂ. ഇനി തലമുറ നായകൻ ഇനി അങ്ങോട്ട് തുടരുക തന്നെ ചെയ്യും. ഇത് ആർക്ക് വേണമെങ്കിലും എന്താ പറയുക, വെറുക്കപ്പെട്ടൊരു കാര്യമില്ല. ഇത് എഴുതേണ്ട ഒരു വീഡിയോ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി ആ നായകൻ്റെ യാത്ര തന്നെയാണ് ഇനി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ കേരളത്തിലെല്ലാം ഉടനീളം തന്നെ 10 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫാൻ ഷോകളൊന്നും ഇല്ല എങ്കിൽ പോലും എന്താ പറയുക, തിയേറ്ററുകാർ വെക്കുന്ന ഷോ അഡീഷണൽ ആയിട്ട് മുമ്പ് തന്നെ വെക്കുന്ന ഷോസൊക്കെ വളരെ കുറവ് തന്നെയാണെങ്കിൽ പോലും നല്ല സ്ക്രീനിങ് കാര്യങ്ങളൊക്കെ കിട്ടട്ടെ എന്ന് തന്നെ വിചാരിക്കുന്നത്. അതുമാത്രമല്ല, ബുക്കിംഗ് ഒക്കെ അത്യാവശ്യം നല്ല ബുക്കിംഗ് തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുമാത്രം നോക്കിക്കഴിഞ്ഞാൽ ഫാമിലി സപ്പോർട്ട് ഉണ്ട് കഴിഞ്ഞാൽ, അതായത് എന്താ പറയുക, നല്ല പോസിറ്റീവ് കിട്ടിക്കഴിഞ്ഞാൽ പിടിച്ചാൽ കിട്ടില്ല. അത്യാവശ്യം നല്ല അഡീഷണൽ സ്റ്റോകളൊക്കെ വരാൻ വേണ്ടി പോകുന്നുണ്ടാവുക. അത് തീർച്ചയായിട്ടും ഈ വെക്കേഷൻ ഫാമിലിയോടൊപ്പം കാണാൻ വേണ്ടി സാധിക്കുന്ന, വിശ്വസിക്കുന്ന നല്ലൊരു ഫാമിലി പടം തന്നെയായിരിക്കും തുടരും. അത് തീർച്ചയായിട്ടും തുടരുമെന്ന ചിത്രം ആരൊക്കെയാണ് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണാൻ വേണ്ടി തയ്യാറെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തായാലും എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അപ്പോൾ ഇന്നത്തെ പോലെ നമ്മുടെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ പരിഗണിക്കുക. വീണ്ടും മറ്റൊരു ചിത്രത്തിൻ്റെ അപ്ഡേറ്റും ഫസ്റ്റ് ഡേ റിസൾട്ടുമായി നമ്മൾ വരുന്നതിലേക്ക് കാത്തിരിക്കുക. ബൈ ബൈ.